വെറും 66 ലക്ഷത്തിന് 4 ബെഡ്റൂം വീട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടോ? നമ്മുടെ ട്രിവാൻഡ്രത്ത് നമുക്ക് മഞ്ചാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഈ ഒരു വീട് വരുന്നത് വെറും 66 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വെറും 64 ലക്ഷത്തിന് 2 ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലും വരുന്ന ഒരു വീട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീട് നിങ്ങൾ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് കാണുക. നമ്മളപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്ത് നമുക്ക് മഞ്ചാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ മഞ്ചാടി എന്ന് പറഞ്ഞാൽ നമുക്ക് തച്ചോട്ടാവിന് സമീപമായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 300 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 12 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈ ഒരു വീടിൻ്റെ ഇവിടെ എത്താൻ പറ്റും. നമുക്ക് തിരുമല ജംഗ്ഷനിൽ നിൽക്കുകയാണെങ്കിൽ ഒരു 6 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് അപ്പോൾ 4,750 സെൻറ്റിലാണ് ഈ ഒരു വീട് വരുന്നത്. 2050 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ഫുള്ളും തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. 4 ബെഡ്റൂമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലുമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് അടക്കാം. നമുക്കപ്പോൾ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേസ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ കവേർഡ് കാർ പാർക്കിംഗ് ആണ് വരുന്നത്. വലിയ SUV കാർ വരെ നമുക്ക് ഇടാൻ വേണ്ടിയുള്ള നല്ല സ്പേസ് നമ്മുടെ ഉണ്ട്. കൂടാതെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കണ്ടു തേക്ക് വുഡ് പാനലാണ് നമുക്ക് ഇവിടുത്തെ വാളിൽ ഫുള്ളും തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന സിറ്റ് ഔട്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ട് വരുന്നത് 8x6 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ഫ്രണ്ട് സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിന് നമുക്ക് കിണറും പൈപ്പ് കണക്ഷനും ആണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ കയറി വരുന്ന ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയയാണ്. നമുക്ക് തൊട്ടടുത്തൊക്കെ തന്നെ ധാരാളം വീടുകൾ കാണാൻ സാധിക്കും കണ്ടോ. പിന്നെ ഇവിടെ പോസ്റ്റിലെല്ലാം സ്ട്രീറ്റ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സൗകര്യങ്ങളുള്ള ഒരു പ്ലേസാണ് നമുക്ക് ഈ ഒരു ഏരിയ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഫ്രണ്ട് ഡോർ നോക്കാം. ഈ ഒരു ഡോർ ഫുള്ളും തന്നെ തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഡോറാണ് വരുന്നത്. താഴെ കട്ടളയൊക്കെ വരുന്ന ഒരു ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു ഡോർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം കാണുന്നത് ലിവിങ് ഏരിയയാണ് കണ്ടോ. ഇവിടെയാണ് ലിവിങ് ഏരിയ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് ഡൈനിങ് ഏരിയ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ കിച്ചൺ ഈ ഭാഗത്താണ് വരുന്നത്. ഇത് തൊട്ടിപ്പുറത്തായിട്ട് ഒരു വർക്ക് ഏരിയ, ചെറിയൊരു വർക്ക് ഏരിയ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം വരുന്നത്. ഒരു ബെഡ്റൂം നമുക്ക് ഈ പോർഷനിലാണ് കണ്ട, ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. പിന്നെ നമുക്കൊരു ബെഡ്റൂം ഇവിടെ ഈ ഭാഗത്താണ്. ഇവിടെ ഒരു വാഷ് ബേസിൻ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ അത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഡീറ്റെയിൽ വരുന്നത് നമുക്ക് ഇവിടെ കാണുന്ന, അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ 20x10 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഏരിയയാണ്. നമുക്ക് ടൈൽ കണ്ടത് ഇതാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുകളിൽ സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ഒക്കെയാണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ചെറിയ TV യൂണിറ്റ് ഇതാ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഈ 2 ഭാഗത്തായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇവിടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ലൈറ്റിങ് നമുക്ക് അകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് തൊട്ടിപ്പുറത്തായിട്ടാണ് ഡൈനിങ് ഏരിയ. ഈ ഭാഗത്താണ് ഡൈനിങ് ഏരിയ വരുന്നത്. 16x10 ഡയമെൻഷനിലാണ് ഈ കാണുന്ന ഡൈനിങ് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഷെൽഫ് പോലെ ഇവിടെ നമുക്ക് ഡെക്കോറേറ്റ് ഒക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമുക്കിവിടെ വാഷിംഗ് ഏരിയ ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു സിങ്ക് വരുന്നുണ്ട്. മുകളിലൊരു മിററൊക്കെ കൊടുത്ത് ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. താഴെയും സ്റ്റോറേജ് സ്പേസ് ഈ ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ നോക്കാം. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഫുള്ളും തന്നെ വുഡിൽ ചെയ്തിട്ടുള്ളതാണ് കണ്ടോ. കിച്ചൻ്റെ മെറ്റീരിയൽ ഫുള്ളും തന്നെ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കിച്ചൺ വന്നിട്ട് 10x5 ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടൊരു ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സിങ്ക് ഈ ഭാഗത്താണ് സിങ്ക് വരുന്നത്. അപ്പോൾ വർക്ക് ഏരിയ തൊട്ടിപ്പുറത്ത് തന്നെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. താഴെ ഏതാണ്ട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചനും നമുക്ക് വർക്ക് ഏരിയ വരുന്നത്. ഇനി നമുക്കിവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം ഉണ്ട്. ഒരു ബെഡ്റൂം ഈ ഭാഗത്തും ഒരു ബെഡ്റൂം നമുക്ക് തൊട്ടിപ്പുറത്തും 2 ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുത്തെ വലിയൊരു ബെഡ്റൂം നോക്കാം. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 14x14 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. നമുക്കിവിടെ സൈഡ് ചുമലുണ്ട്. ഈ ഒരു ബ്ലൂ കളറിലുള്ള വാൾ ആർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ വാർഡ്രോബ് എല്ലാം തന്നെ വുഡിൽ എഴുതിയിട്ടുള്ളതാണ്. ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള
ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഗ്രിപ്പ് കിട്ടുന്ന ടൈൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ്. ഇവിടെ ഒരു മിററും സിങ്ക് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് നോക്കാം, ഗ്രൗണ്ട് ഫ്ലോറിൽ. അപ്പോൾ ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം 12x12 ഡയമെൻഷനിൽ ഉള്ള ഒരു ബെഡ്റൂമാണ്. ഒരു ആഷ് ആൻഡ് ബ്രൗണിഷ് കളറാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് പെയിൻറ്റിങ് ആയിട്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. PVC ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അകത്ത് നോക്കുമ്പോൾ ഗ്രിപ്പിംഗ് ടൈൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡ് ഫിറ്റിങ്സ് തന്നെയാണ് കോമൺ ആയിട്ട് എല്ലാം തന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. നമുക്ക് ഇവിടെ കയറി പോകുന്ന ഈ ഭാഗത്ത് കണ്ടോ ചെറിയൊരു ഫ്ലവറിൻ്റെ ഒരു ഡിസൈനൊക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോകുമ്പോൾ സൈഡിലെ ഹാൻഡിൽസ് ഫുള്ളും തന്നെ വുഡും പിന്നെ നമുക്ക് ഗ്ലാസും കൂടെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇത് നേരെ നോക്കുമ്പോഴത്തേക്ക് കണ്ടോ ഇവിടെ കുറേ ഒരു പാറ്റേൺ ഉണ്ട്, ഒരു ഫ്ലവറിൻ്റെ ടൈപ്പ് പോലെ ഒരു പാറ്റേൺ നമുക്കിവിടെ ചെമ്മരിൽ ഫുള്ളും ചെയ്തിട്ടുണ്ട്. മുകളിൽ വർഗോളോല ഒരു ഭാഗം മുകളിൽ ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല ലൈറ്റിങ് നമുക്ക് താഴോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ കയറി പോകുന്ന ഈ സൈഡിലൊക്കെ തന്നെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഗ്രാനൈറ്റാണ് നമുക്കിവിടെ തറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു വലിയ ലിവിങ് ഏരിയ വരുന്നുണ്ട്. 2 ബെഡ്റൂമും ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ മുകളിലെത്തുമ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ 20x16 ഡയമെൻഷനിലുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ബുക്കോ ഡെക്കോറൈറ്റൊക്കെ വയ്ക്കാനുള്ള ഒരു ഷെൽഫ് ഈ ഭാഗത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പുറത്ത് വന്നിട്ട് നോക്കിയാൽ നമുക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാകണ്ടാവും. ഇത്രയും വിശാലമായിട്ടുള്ളതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ. അപ്പം 20x16 നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയയുടെ ഡയമെൻഷൻ വരുന്നത്. പിന്നെ ഈ ഭാഗത്ത് നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഇൻ ഔട്ട് കണക്ഷനൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു ബെഡ്റൂം നമുക്ക് വരുന്നത്, ഒരു ബെഡ്റൂം ഈ ഭാഗത്ത്, വീണ്ടും ഒരു ബെഡ്റൂം ഇപ്പുറത്ത്, 2 ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം വരുന്നത് നമുക്ക് 14x14 ഡയമെൻഷനിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പം വുഡൻ വാർഡ്രോബ് ചെയ്യുന്നത് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അകത്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേണിലുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രിപ്പ് കിട്ടുന്ന ടൈൽ തന്നെയാണ് തറയിലും യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് എല്ലാം തന്നെ നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റത്തെ ബെഡ്റൂം നോക്കാം. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് അവസാനം വരുന്നത്. ലാസ്റ്റത്തെ ബെഡ്റൂം ഇതാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു പർപ്പിൾ ഡിസൈനാണ് നമുക്ക് ഈ ഭാഗത്ത് ചെമ്മലിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. PVC ഡോറിന്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബാത്റൂം ഉണ്ടോ, ഈ ഒരു ഡിസൈനാണ് നമുക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ മിററും സിങ്ക് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു വീടിന് വലിയൊരു ബാൽക്കണി ഉണ്ട്. നമുക്കിത് ഈ ഭാഗത്താണ് വലിയൊരു ബാൽക്കണി വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാൽക്കണിയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതുവരെ കവേർഡും മറ്റേത് ഇപ്പുറത്ത് കണ്ടോ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കണ്ടോ പുറത്തോട്ടുള്ള വ്യൂ നല്ല ഭംഗിയായിട്ടുള്ള വ്യൂ ഉണ്ട്. കണ്ടോ ഇതിവിടെ നമുക്ക് മഴ പെയ്ത് വെള്ളം വീണാൽ നമുക്ക് ഇവിടെ ഗ്രിപ്പ് കിട്ടുന്ന ടൈലായതുകൊണ്ട് നമുക്കങ്ങനെ കുഴപ്പമൊന്നും പറ്റത്തില്ല, സ്ലിപ്പാവുന്നില്ല. കണ്ടോ ആ ഭാഗം ഫുള്ളും കവേർഡാണ്, നമുക്ക് മഴ നനയത്തില്ല. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 66 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുക. നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണിനാണ് വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമെങ്കിലും നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള വീടാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ട്രിവാൻഡ്രത്ത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായും കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കപ്പോൾ ഇതുപോലത്തെ ഉള്ള പുതിയ വീടിൻ്റെ വിശേഷം അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.